അപ്പം നമ്മൾ സർവിലായിട്ട് കളിക്കാൻ പോവുകയാണ്. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ അടുത്ത് എല്ലാ വില്ലേജിൻ്റെ ഉള്ള ഇതെന്തോന്ന് ഇതൊക്കെ പൊട്ടിച്ചിട്ട് പറയും. ഇവിടെ ഒരു വില്ലേജ് പോലും കാണില്ല. നമുക്ക് കുറച്ചും കൂടി അകത്ത് വരാം. ഫുഡ് ഇട്ടിട്ട് ഇതിനോടൊക്കെ മതി. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. സ്റ്റിക്ക് തന്നിരിക്കട്ടെ. ഇത് ഇത്രയും നമുക്ക് അത്യാവശ്യമുള്ളൂ. അപ്പം ഇനി വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം. തൊട്ടടുത്താട് വാ മോനെ. രണ്ടാടുണ്ടാ, ഒരാടും കൂടി ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കുന്നു. പറഞ്ഞത് തന്നെ തട്ടി ശ്രമിച്ചിരിക്കണല്ലേ. ഈ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനൊക്കെ നേരെ വില്ലേജ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വില്ലേജ് കാണാൻ കഴിയുമോ? ഫുള്ളും കൊന്നിലും വേറൊന്നുണ്ടായിരുന്നല്ലോ ഓടിപ്പോയ. ബെഡ് ഉണ്ടാക്കാനുള്ളത് കിട്ടി. ബെഡ് ഉണ്ടാക്കുന്നത് കിട്ടിയിട്ട് ഇത് എടുത്തേക്കാം. ഫുഡിനുള്ളത് കിട്ടും. ഇവിടെ നിറച്ചുണ്ട്. എന്തൊരു ഇത് തക്കാളി അപ്പോൾ കഴിഞ്ഞ എങ്ങനെയെങ്കിലും വില്ലേജ് കണ്ടുപിടിക്കണം. ഒരു ബെഡാണ്. ബെഡ് കിട്ടുന്നുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാൻ പോവാം. നമുക്ക് അപ്പുറത്തേക്കും ചെന്ന് നോക്കാം.
ഉണ്ട്. വേണ്ട, കൊന്ന കിട്ടും. ഇത്ര നേരമായിട്ടൊരു വില്ലേജ് പോലും കണ്ടുള്ള. എന്താണാവോ? ഇവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കണം. പന്നിക്കുട്ടികൾ പോന്നി. പന്നി ഫുഡ് കയ്യുടെ. ഇത് കളക്ട് ചെയ്യാം. സ്റ്റോൺ പൊട്ടിയ ബെഡ് എടുത്തിട്ടല്ലോ ചെയ്യണ്ട. അപ്പോൾ ഗൈസ്, ഇത് നേരായിട്ട് പോലും ഇല്ല. ഞാൻ ചെയ്യാൻ പോന്നേക്ക് ഇവിടത്തേക്ക് കിട്ടി. അതാരടേ? ഫുഡ് ശേഖരിക്കുക. മാങ്ങാത്തൊലി ചാവ് ഇച്ചോടി കൊണ്ട് ഇല്ലതാ. ഫുഡിനോട് എന്തായാലും ആയുണ്ട്. നമുക്കൊരു വീട് തെറ്റിയാണ് വൈകുന്നേരം. വേറെ ഒരു കുഴി കുത്തി കൈ കൊണ്ട് നോക്കാം. ഇതൊക്കെ ധാരാളം. അതിൻ്റെ ആവശ്യം വാദ്യം കിട്ടാത്തത് എൻ്റെ മോനെ. എന്തോന്നത്? ചത്ത് പന്നി. എല്ലാം പോയി. നാശമൊന്ന് അനുവദി. മാങ്ങാത്തൊലി മയിലൻ രക്ഷപ്പെട്ടു.
വെള്ളത്തിനടിയിലിരിക്കേണ്ടി വരുമോ ഇത്ര നേരം? ഓഹ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചെടുത്താണ്. അടുത്ത വീഡിയോയിൽ കാണാം.